ഇത് നമ്മുടെ ആടുകൾക്കായിട്ട് പുളിയരി വേവിച്ചതാണ് ഇപ്പോൾ കാണുന്നത്. പുളിയരിയും അരിയും കൂടി ഇട്ടാണ് വേവിക്കുന്നത്. അതൊരു 2 ദിവസത്തേക്കായിട്ടാണ് വേവിക്കാറ്. അപ്പോൾ ഇതിൽ മുട്ടന്മാർക്ക് കൊടുക്കുമ്പോൾ പുളിയരി അല്പം കൂടുതൽ കൊടുക്കും. എന്നിട്ട് നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന ബാക്കി പിണ്ണാക്ക്, അത് കപ്പലണ്ടി പിണ്ണാക്കുണ്ട്, തേങ്ങാ പിണ്ണാക്കുണ്ട്, പരുത്തി പിണ്ണാക്കുണ്ട്, ഗോതമ്പ് തവറുണ്ട്. ഇതെത്രയും കൂടി ചേർത്തിട്ട് ഒരുപാട് വെള്ളം ചേർക്കാണ്ട് ഒരു കുഴമ്പ് പരുവത്തിലായിട്ടാണ് മുട്ടന്മാർക്ക് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവർ ഒരുപാട് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് പച്ചവെള്ളവും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മീൻസ് രാവിലെ പച്ചവെള്ളവും കൊടുക്കും. രാവിലെ ഒരു 11 മണിയാകുമ്പോൾ പച്ചവെള്ളമാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ഇതുപോലെ കൈത്തീറ്റ അത്യാവശ്യം കുഴച്ച് തന്നെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു വലിയൊരു ഗർഭിണിയായിട്ടുള്ള ഒരാടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ 3 മാസത്തോളമായി. 3 മാസമായിട്ട് അതിന് ഇതുവരെ പാല് വറ്റിയിട്ടില്ല. അപ്പോൾ ഏകദേശം ഇപ്പോഴും നമുക്ക് 1 ലിറ്റർ അടുപ്പിച്ച് പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ 3.5 മാസം വരെയാണ് ആടിനെ കറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിൻ്റെ പാല് കുറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കൈത്തീറ്റ കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വലിയ കട്ടിക്ക് കൊടുക്കാണ്ട് ലൂസാക്കിയാണ് കൊടുത്തേക്കുന്നത്. കാര്യം ഒരുപാട് തീറ്റ കുറയ്ക്കാനും പറ്റത്തില്ല. പിന്നെ ബാക്കി വരുന്ന പുളിയരിയും നമ്മുടെ പിണ്ണാക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള ആടുകൾക്ക് കൊടുക്കാറുണ്ട്. അത് ആടുകൾ കൊടുക്കുമ്പോഴും ഈ കൈത്തീറ്റയിൽ ഒരുപാടങ്ങ് വെള്ളം ചേർക്കാറില്ല. ഒരു കുറുകിയ ടൈപ്പ് രീതിയിലാണ് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആടുകൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഒരു നേരം മാത്രമാണ് കൈത്തീറ്റ കൊടുക്കാറ്. ബാക്കി പറമ്പിൽ അഴിച്ചിട്ടുകയും അത്യാവശ്യം നല്ല രീതിക്ക് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുകളാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല രീതിക്ക് പച്ചവെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആ പച്ചവെള്ളം എല്ലാവരും കുടിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം കൈത്തീറ്റ ഇതുപോലെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് തന്നെ കൊടുക്കാറുണ്ട് ഓരോരുത്തർക്കായിട്ട്. പിന്നെ ബാക്കി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ആവശ്യമുള്ളവർക്ക് നമ്മൾ വീണ്ടും അല്ലാതെ മിക്സ് ചെയ്ത് തവിടും ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ 1, 2, 3 ആടുകൾ നിലവിൽ ചെനയാണ്, ഗർഭിണിയാണ്. പിന്നെ ഒന്ന് കറക്കുന്ന ഒരാടുണ്ട് പാലുള്ള.